കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല ഓർമ്മലെടുത്തി, ഇവളെന്റെ വൈദേഹി തന്നെയാ. വൈദേഹി വന്നിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അതിനുള്ള ഒരുപാട് സൂചനകളും എനിക്ക് കിട്ടിയായിരുന്നു. എവിടെയോ ഒളിഞ്ഞിരുന്നുകൊണ്ട് എന്നെ കളിപ്പിക്കുകയാണെന്ന് കരുതിയതല്ലാതെ രൂപം മാറി എന്റെ കൂടെ തന്നെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഈ മാഗി പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. ഞാൻ കണ്ണുകൊണ്ടാ ഇവളെ തെരഞ്ഞത്. മനസ്സുകൊണ്ട് തെരഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ നിന്നെ ഞാൻ കണ്ടെത്തുമായിരുന്നു. ക്ഷമിക്കു വൈദേഹി. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ നമുക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മോളെ നീ തൊട്ടതും എനിക്ക് ബോധം തിരികെ കിട്ടിയേ? അന്ന് തന്നെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ നീ ഈ വീട്ടിലെ മരുമോളാ, നിന്റെ വീടാ മോളെ ഇത്. ആർക്കും അത് നിഷേധിക്കാനാവില്ല. എന്റെ പൊന്നു മോള്. അമ്മ ഇതൊന്ന് നിർത്തുന്നുണ്ടോ? ഇത്രയും വലിയ ചതി കാണിച്ചവളെ പൊന്നുമോളാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നോ? അമ്മേ, വൈദേഹി എങ്ങനെ നമ്മളെ ചതിച്ചു എന്നാ പറയുന്നേ? ഇതിന് ചതി എന്നല്ലാതെ എന്താ പറയാ? ആ, നിന്റെ മാളുവിന്റെ കല്യാണം നടത്താൻ ഇവള് തന്നെയല്ലേ സമ്മതിച്ചത്? കൃത്യം കല്യാണം നടക്കേണ്ട സമയത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവള് തന്നെ കല്യാണം മുടക്കം ചെയ്തു. എന്താ അത് ചതിയല്ലേ ദേവ? ഇപ്പൊ വീണ്ടും നിനക്കൊരു കല്യാണം ഒത്തുവന്നപ്പോ മുഖം മാറിയതാണെന്നും പറഞ്ഞൊരു നാടകം. എന്താ കൗസല്യ ഇതൊക്കെ? മരുമോള് തിരിച്ചു വന്നല്ലോ, മോനിനി സന്തോഷത്തോടെ ജീവിക്കൊന്നും ചിന്തിക്കാതെ ചതിയാണ് വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനാ? ഇവൾ എന്റെ മോന്റെ ഒപ്പം സന്തോഷമായി ജീവിക്കുമ്പോ എന്റെ അനന്തരവളുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇനി അവൻ മാളവികയെ കല്യാണം കഴിക്കോ? അത് പറയട്ടെ. മാളവികയായിട്ട് ഇനി എന്ത് കല്യാണം അമ്മേ? എനിക്കറിയായിരുന്നു നീ കഴിക്കില്ല. അതിനന്ന് തന്നെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ച് മാളവികയെ കല്യാണം കഴിച്ചോളാന്ന് നീ സത്യം ചെയ്തത് എന്നോട്.
എന്നിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞ ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പോവാ. കൗസല്യേ, അമ്മേ, കൗസല്യേ, അമ്മേ വൈദേഹി പ്ലീസ്, വൈദേഹി എന്നെ വീട്. പ്ലീസ് പറയണ്ട, ദയവ് ഇത് പറയണ്ട. പറയണം, എനിക്ക് പറയണം. പ്ലീസ് ഞാൻ അപേക്ഷിക്കാം, ഒന്നും പറയല്ലേ. എന്ത് ഇത് പറയണ്ടേ? എത്ര വലിയ ചതിയാ നിന്നോട് കാണിക്കുന്നത്. എന്നിട്ട് ഇനി ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ തീരും. പറഞ്ഞ അതിലും വലിയ സംഭവങ്ങൾ എവിടെ ഉണ്ടാവാ. ഡേവിഡിന്റെ അമ്മ ആത്മഹത്യ ചെയ്യും. അതൊക്കെ വെറും ഭീഷണിയാ, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. അതിനെ പേടിച്ച് നീ നിന്റെ ജീവിതം തകർക്കുന്നത് ബുദ്ധിയല്ല. അങ്ങനെയല്ല, അമ്മ ഭീഷണിപ്പെടുത്തുന്നതല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അമ്മ ഒത്തിരി നല്ലതാ. പക്ഷെ മരുമോളുടെ കാര്യത്തിലും അനന്തരാവകാശിയുടെ കാര്യത്തിലും അമ്മ അമ്മയുടെ വാശി വിട്ടുതരില്ല. നമ്മൾ എടുത്തു ചാടിയിട്ട് അമ്മയുടെ ജീവൻ പോയാ അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരിയായി ജീവിതകാലം മുഴുവൻ ദേവേട്ടന്റെ മുന്നിൽ ഒരു പാപിയായിട്ട് നിൽക്കേണ്ടി വരും. അതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു അമ്മായിയമ്മ ഉള്ളതും പോകുന്നതും കണക്കാ. സത്യത്തിൽ അവർക്ക് മോന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഭീഷണി മുഴക്കാൻ അവർക്ക് തോന്നുമായിരുന്നില്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ സന്തോഷാണ് ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അയാളോടൊപ്പം ജീവിക്കാനാ നോക്കേണ്ടത്. ഇങ്ങനെ അകന്നു മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. അടുക്കാനുള്ള എല്ലാ വഴിയും ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ദേവേട്ടന്റെ അമ്മയ്ക്ക് വേണ്ടത് എന്താണ്? എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയണം. അവര് മോശപ്പെട്ടവരല്ലെന്ന് ഉറപ്പുവരുത്തണം. അതെനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞ പിന്നെ അമ്മ ഞങ്ങളുടെ കാര്യത്തിനെതിരെ നിൽക്കില്ല. അതൊക്കെ ഇനി നടക്കുന്ന കാര്യമാണോ? അതുവരെ നിന്റെ ഭാര്യാസ്ഥാനം അവിടെ ഉണ്ടാവുമോ? അവിടെ നിന്റെ ഭർത്താവിന് മറ്റൊരു കല്യാണം നടത്താൻ പോവോ? ഇപ്പൊ നീ വൈദേഹിയാണെന്ന സത്യം പറഞ്ഞ് കല്യാണം മുടക്കാനാ നോക്കണ്ടേ? നമുക്ക് വേറെ ഒരു വഴിയില്ല. അതാണ് പരിഹാരമെങ്കിൽ ഞാൻ ഇത്രയും നാള് കാത്തിരിക്കില്ലായിരുന്നു. ഞാൻ വൈദേഹിയാണെന്ന് ദേവേട്ടന്റെ മുന്നിൽ ചെന്ന് തുറന്നു പറഞ്ഞ മാത്രം മതിയായിരുന്നല്ലോ. എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവര് ഞാൻ മരിച്ചു എന്ന് കരുതിയ വെറുതെ ഇരിക്കുന്ന. ഇപ്പൊ ഞാൻ വൈദേഹിയാണെന്ന് തുറന്നു പറഞ്ഞ അവരെന്നെ വീണ്ടും ആക്രമിക്കാൻ നോക്കും. ജീവൻ പോയ പോട്ടെ എന്ന് കരുതാം. ഡേവിഡിന്റെ സങ്കടം കാണുമ്പോ സത്യം പറയാന്നും തോന്നാറുണ്ട്. പക്ഷെ എന്നോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ കൊല്ലാൻ ശ്രമിച്ചവരെ അപകടപ്പെടുത്താൻ നോക്കിയാലോ? അതുകൊണ്ട് കൂടിയാ ഈ അജ്ഞാതവാസം. ആദ്യം ഞാൻ ആരാണ്, എന്നെ എന്തിനവര് കൊല്ലാൻ ശ്രമിച്ചു എന്നറിയണം. എന്റെ അച്ഛനും അമ്മയും ആരാണെന്നറിയണം. അതുവരെയെങ്കിലും ഇതിങ്ങനെ തുടർന്നേ പറ്റൂ. അപ്പൊ ഈ കല്യാണക്കാരി എന്ത് ചെയ്യും? അത് നടക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ? അതറിയില്ല. പക്ഷെ ഞാനാണ് വൈദേഹി എന്ന് ആരും അറിയാനും പാടില്ല. ദയവ് ചെയ്ത് മാഗി അറിഞ്ഞ സത്യങ്ങൾ വേറെ ആരോടും പറയരുത്. പറയില്ല. പക്ഷേ അത് എതുവരെയെന്നും കൂടി പറയാം. ഈ കല്യാണം നടക്കില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുവരെ. ഈ കല്യാണം മുടങ്ങാതെ ദേവൻ അവളുടെ കഴുത്തിൽ കെട്ടാൻ താലി എടുത്താൽ അവസാന നിമിഷം ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണം മുടക്കും. തൽക്കാലം എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇല്ലെന്ന് ഞാൻ വാക്ക് തന്നില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് പറയും. എന്തു വന്നാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. ഒരു സ്ത്രീ എന്ന പരിഗണന ഇവർക്ക് എന്നോട് തോന്നുന്നുണ്ടെങ്കിലും ദേവേട്ടന്റെ അമ്മ മാത്രം എന്താ ഇങ്ങനെ? ശ്രീരാമ, ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ.
മോനെ, ദശരഥ രാമവർമ്മയുടെ വീട് എവിടെയെന്ന് അറിയോ? ഞങ്ങൾക്ക് അറിയില്ലേ ചേച്ചി. മോനെ, കൊട്ടാരം വീട് എവിടെയാണെന്ന് മോന് വല്ലതും അറിയോ? ഇല്ല, അറിയില്ല. അല്ല, ഇവിടെ എവിടെയോ ആണ്. എനിക്കറിയില്ലെന്നേ, ഞാനിവിടെ പുതിയ ആളാ. എവിടെ വല്യേട്ട? വീട് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഞാൻ എവിടെയെന്ന് വെച്ചാ തപ്പ. എനിക്ക് എന്റെ വല്യേട്ടനെ കാണണം. ഈ നാട്ടിൽ തന്നെ ഉണ്ടോ വല്യേട്ട? അവൾ അവിടെ ഉണ്ട്. പിടിക്കൂ. ദാസേട്ടാ, ദാസേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേ? അതിഥികളൊക്കെ എത്തിത്തുടങ്ങി. ദാസേട്ടൻ താഴേക്ക് വാ. ഈ കല്യാണം ദേവന്റെ ഇഷ്ടത്തോടു കൂടി തന്നെയാണോ നടക്കുന്നത്? കുറച്ചു നേരം കൂടി കഴിഞ്ഞ കല്യാണം, ഇപ്പോഴെന്താ ഇങ്ങനൊരു ചോദ്യം? ശരിയാ, ഇതുവരെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചത്. അവസാന നിമിഷമാണ് ഇതൊക്കെ ചോദിക്കുന്നത്. കുറച്ചു മുമ്പ് ആ ചെറുക്കൻ അങ്ങനെ ചോദിച്ചുകൊണ്ടാണോ? തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞില്ലേ? ഇപ്പോഴും ദാസേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം കല്യാണം കഴിച്ചോളാന്ന് വാക്ക് തന്നതല്ലേ? ദാസേട്ടൻ കണ്ടായിരുന്നോ എല്ലാവരോടും എത്ര സന്തോഷത്തിൽ അവൻ ഇടപഴകുന്നേന്ന്? പുറത്ത് കാണിക്കുന്ന സന്തോഷം അകത്തുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഈ കല്യാണക്കാര്യത്തിൽ നമ്മളെടുത്ത തീരുമാനം ശരിയായിരുന്നില്ല എന്നെന്റെ മനസ്സ് പറയും. രാജഗുരുക്കള് മാളവികയ്ക്കും ദേവന്റെ ഭാര്യയാവാനുള്ള അവകാശം ഉണ്ടെന്നല്ലേ ദാസേട്ട പറഞ്ഞത്? എന്നിട്ട് എന്തിനാ ഇനിയൊരു സംശയം? ഇന്നേ വരെ ഗുരുക്കളുടെ തീരുമാനങ്ങളൊക്കെ നല്ലതായിരുന്നു. രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടേയില്ല. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല. മനസ്സിലാകെ എന്തൊക്കെയോ വിഷമങ്ങൾ. ഗുരുക്കളെ ഒന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ച അദ്ദേഹം ഹിമാലയത്തിലും. അതെന്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കല്യാണം കഴിയുന്നത് വരെ ഗുരുക്കള് വരണ്ട. ശരി, ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരട്ടെ. അതെങ്ങനെയാ ദാസേട്ടാ? കല്യാണം നടക്കാൻ സമയമായപ്പോ ദാസേട്ടൻ അമ്പലത്തിൽ പോയ എങ്ങനെയാ? വന്നിരിക്കുന്ന ആൾക്കാരെന്ത് പറയും? എന്റെ മനസ്സിനൊരു സമാധാനമില്ല കൗസല്യ. നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ന്യായം വിധിക്കുന്ന ഞാൻ എന്റെ മകനോട് അന്യായം കാണിക്കുന്നു എന്ന് മനസ്സ് പറയുക. നല്ലതെന്തായാലും അത് മാത്രമേ നടക്കാവൂ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. എന്നാലെങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് നോക്കട്ടെ. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കല്യാണത്തിന്റെ സമയമായപ്പോ ഈ ദാസേട്ടന് ഇതെന്താ പറ്റിയത്? ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ മുഹൂർത്താണ് വൈദേഹി. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഒരുക്കിയത്. അപ്പൊ നീ വരുമല്ലോ അല്ലേ? ആഹാ, നീ എത്തിയോ? വാ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ നീ ഇട്ടേച്ച് പോയെന്നാ വിചാരിച്ചേ.
അപ്പൊ പോയിട്ടില്ല എന്നർത്ഥം. എന്ത് ചെയ്യാനാ, അവസ്ഥ അങ്ങനെയായി പോയില്ലേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല, കാലത്തൊട്ട് ദേവേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈ ജ്യൂസ് എങ്കിലും കുടിക്ക്, അല്ലെങ്കിൽ ക്ഷീണമായി പോവും. ഓ, വളരെ നന്ദി. അവിടെ വെച്ചിട്ട് പോക്കോ. വെച്ചിട്ട് പോയാൽ കുടിക്കില്ല. ഇത് കുടിപ്പിച്ചിട്ടേ വരാവൂന്ന് അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ആ പോയിസൺ കുപ്പി ഏത് പോക്കറ്റിലാണാവോ? ഇത് കുടിക്കുന്നേ വേട്ടാ, കുടിക്കുന്നേ. താങ്ക്സ്. സോറി സോറി. ഗ്ലാസ് ഇങ്ങത്താ. അല്ല, ഒഴിഞ്ഞ ഗ്ലാസ് കാണിച്ചാലേ അമ്മ ദേവേട്ടൻ കുടിച്ചു എന്ന് വിശ്വസിക്കൂ അത്ര. അതുകൊണ്ടാ. എന്നാ കൊണ്ടേക്ക്. സോറി 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 സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ? ഈ ബട്ടണും ഇല്ലാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ കല്യാണ മണ്ഡപത്തിൽ ചെന്നിരിക്കും? ദേവേട്ടന്റെ വെപ്രാളം കണ്ടിട്ട് ഷർട്ട് ഊരിയിട്ടെങ്കിലും മണ്ഡപത്തിൽ കയറി ഇരിക്കുന്നാണല്ലോ തോന്നുന്നേ. വിഷമിക്കൊന്നും വേണ്ട, ബട്ടൺ ഞാൻ തുന്നിത്തരാം. ഓ, ഇനി അതൊന്നും വേണ്ട. ചെന്ന് അമ്മയോട് പറഞ്ഞാ മതി എനിക്ക് വേറൊരു ഷർട്ട് തന്നുവിടാൻ. അപ്പൊ ഇത് ഞാൻ കയറിയതാണെന്നേ അമ്മ കരുതൂ. വെറുതെ ഞാൻ വായിലിരിക്കുന്നത് കേൾക്കണം. വഴക്ക് കേൾപ്പിക്കണമെങ്കിൽ ചെന്ന് പറഞ്ഞു. പറയില്ലല്ലോ അല്ലേ? 2 മിനിറ്റ് അനങ്ങാതെ നിന്ന് ഞാൻ ഇപ്പം ബട്ടൺ തുന്നിത്തരാം. അത് എന്റെ മുറിക്കകത്തെ എവിടെ എന്തിരിക്കുന്നു കൃത്യമായിട്ട് അറിയാലോ നിനക്ക്. അതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ അവിടെ വെച്ചത് ഞാൻ തന്നെയല്ലേ? അല്ല, കഴിഞ്ഞ ദിവസം ഞാനാ മുറിയൊക്കെ ഒതുക്കി വെച്ചേ. അപ്പൊ ഞാനാ എല്ലായിടത്തും അടുക്കി വെച്ചത്. തുന്നുന്നതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും പോക്കറ്റിലിരിക്കുന്ന വിഷക്കുപ്പി എടുത്തു മാറ്റണം. ഞാൻ തന്നെ തുന്നിക്കോളാം. എന്ത് കയ്യോ? ഞാൻ തുന്നിത്തരാം, അനങ്ങാതെ അവിടെ നിന്നാ മതി. അല്ല, അത് വന്ന കാര്യം നോക്കാതെ ഞാൻ എന്തെങ്കിലും മെയ് മറന്ന് നിൽക്കുന്നേ. പോക്കറ്റ് തപ്പം 3ാമതൊരു കൈകൂടി ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യോ, സൂചി കുത്തി കയറ്റല്ലേ? ഞാൻ തുന്നിക്കോളാന്ന് പറഞ്ഞതല്ലേ? അപ്പൊ അറിയില്ല ഞാൻ തന്നെ തുന്നിത്തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്തു വെച്ചിരിക്കുന്നേ?
ഇരുദേഹം നനഞ്ഞു ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു പുതുപുളകങ്ങൾ പെയ്തു മഴമേഘങ്ങൾ താഴെ കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. നോക്കണ്ട, അവിടെ ഇല്ല. അവിടെയൊന്നും ഇല്ല ജാനകി. നീ ഈ ജ്യൂസും കൊണ്ടുവന്ന് തൊട്ടുരുമി മുട്ടി നിൽക്കാൻ തുടങ്ങിയപ്പോഴേ നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് ശരിക്കും പിടികിട്ടി. അപ്പൊ തന്നെ ഞാൻ സ്ഥലം മാറ്റിക്കളഞ്ഞില്ലേ? ആ ബോട്ടിലും കൂടി തന്നെ. എന്റെ അമ്മ ചോദിച്ചാ പോലും കൊടുക്കില്ല. വരുന്ന വലിയ വിശ്വാസമല്ലേ, പിന്നെ എന്തിനാ കുപ്പിയും കൊണ്ട് നടക്കുന്നത്? ആ, അത് വിശ്വാസം ഉള്ളിടത്ത് തന്നെയാണ് സംശയങ്ങളും ഉണ്ടാവുക. പോക്കറ്റിൽ വെച്ചിരിക്കാന്ന കരുതി എടുത്ത് മാറ്റിയത് ഞാൻ കണ്ടില്ലല്ലോ. എങ്ങനെയാ അതൊന്ന് അടിച്ചു മാറ്റുക? എന്റെ മകളുടെ മുഖം പോലും മാറിപ്പോയ സ്വാമി. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. എന്നിട്ടും എല്ലാം ആ മഹാദേവനിൽ അർപ്പിച്ച് ചികിത്സിക്കുകയായിരുന്നു. 6 മാസം വേണ്ടി വന്നു അവള് കണ്ണു തുറക്കാൻ. എന്നിട്ടും എന്റെ മോൾ എവിടേക്കാ പോയത്? എന്താ എന്റെ അടുത്തേക്ക് വരാഞ്ഞത്? അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അവൾക്കും അവളുടെ പ്രിയപ്പെട്ടവർക്കും അപകടമാണെന്ന് പറഞ്ഞിരുന്നു.